ഇവിടെ ആരും ഇല്ലാന്നാ തോന്നുന്നത്. വെള്ളടിച്ചൊക്കെ ആളില്ലാതിരിക്കൂല. എന്തിയപ്പൊ നിങ്ങള് പോന്നു ഇങ്ങനെ അങ്ങോട്ട്? വന്നെന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ വന്ന കാര്യം എങ്ങനെയാ മനസ്സിലായി? എനിക്കറിയാം. മാസായി അവിടെ കൊണ്ടാക്കിയിട്ട്. ഓൻ വന്നിട്ട് 3 മാസമായി. തിരിഞ്ഞു നോക്കിയില്ല ഇതുവരെ ഉണ്ട്. കാര്യങ്ങൾ എന്താന്നുള്ളതൊന്നും അറിയാമല്ലോ. എന്തിനു തിരിഞ്ഞു നോക്കണം? 2 കുട്ടികളുണ്ട്. എനിക്ക് ഇതുവരെ ഒരു ചെലവിന് അതൊന്നും കൊടുക്കില്ല. എന്റെ മോളും ഞാനും മരിച്ചിട്ട് നോക്കിട്ട് വരാൻ പറ്റൂല. ഓളെ വിചാരപ്പം എന്താ പറയാ, ഞങ്ങൾ 2 ആളും ഇവിടെ തുരുത്ത് പോണം. എന്നിട്ട് ഓളും കുട്ടികളും എന്റെ മോനും ഒറ്റക്ക് ഇവിടാണ്. ആ പരിപാടിക്ക് ഇവിടെ പറ്റൂല. നിങ്ങൾ വളർത്തിയ രീതിയിലല്ല ഞാൻ എന്റെ മോളെ വളർത്തിയിരിക്കേണ്ടത്, അറിയോ? ഇതൊന്നും ഇപ്പൊ നടക്കൂല. അങ്ങനെ പറഞ്ഞാലൊന്നും സംഗതി നടക്കാൻ പോണല്ല. എന്ത് നടക്കൂല? തീരുമാനം ഉണ്ടാക്കണമെന്നേ. നിങ്ങൾ തന്നെ തീരുമാനം. ഞങ്ങള് തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആ വൈകാതെ തീരുമാനം അവിടെ എത്തിക്കോളും. അല്ലാതെ എന്ത് കാര്യമായാലും നിങ്ങളെ ഇതൊരു തീരുമാനം തന്നെ വേണം. കാരണം നമ്മളിത് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏത് നേരത്തും വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എന്താണ് പ്രശ്നം? ഓളുണ്ടാക്കിയ പ്രശ്നം എന്താണ്? അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താ ഈ കല്യാണത്തിന് മുന്നേ നിങ്ങളെ ഉമ്മയും നാത്തോനും എല്ലാവരും വീളിയും കാളിയും എന്തൊക്കെയായിരുന്നു? ആഴ്ചയിൽ വരിക, അവൾക്ക് വേണ്ടത് കൊടുന്നു കൊടുക്കുക, ചെയ്തു കൊടുക്കുക. ഒരു വേണ്ട 4 ദിവസം വീട്ടിൽ മനസ്സിലായില്ല. എന്താ നിങ്ങളെ കുടുംബത്തിരിക്കണത് എത്ര വരുമ്പോട്ടാന്ന് ഞങ്ങൾ അറിഞ്ഞോ? എന്താ ഞങ്ങളെ കുടുംബത്തിൽ ഒരു കാര്യം നല്ല രീതിയിൽ മര്യാദ രീതിയിൽ സംസാരിക്കുക. കാരണം ഇന്നേ വരെ ഞങ്ങളെ കുട്ടികൾ ഒരു വേണ്ടാത്ത ഒരു വിഷയത്തിന് വരേണ്ട കാര്യമുണ്ട്. ഞങ്ങളെ കുട്ടിയുടെ കാര്യത്തിലല്ലേ ഞങ്ങൾ വരണ്ടേ? കാരണം ഞങ്ങൾ പെട്ടുപോയില്ലേ? എവിടെ പെട്ടു? നിങ്ങളല്ല പെട്ടത്, ഞങ്ങളാണ് പെട്ടിട്ടുണ്ട്. അറിയാം. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയാം. ഞങ്ങൾ ആദ്യമേ ഇങ്ങോട്ട് പറഞ്ഞതാ, ഞങ്ങൾക്ക് ഇത്ര വലിയ തറവാട്ടിക്ക് ഇത്ര വലിയ കുടുംബത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ, മോശമില്ലാത്ത രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളെ കൊണ്ട് വേണ്ട പോലെ പറഞ്ഞില്ലേ? എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടാ? വരുത്തിയിട്ടുണ്ടാ? ആവശ്യമില്ലാത്ത ഒരു വർത്താനോ ഒരു മോശമായിട്ടുള്ള ആൾ പെരുമാറോ ഇല്ലാതെ നല്ല ബോധ്യമുള്ള ആളാ ഞാന്. എന്താ വിഷയം? എനിക്കിന്റെ പെങ്ങളറിയാം. അല്ല വേറെ ഉണ്ടല്ലോ, പിന്നെ അവരെ കെട്ടിയ ഒരാളുണ്ടല്ലോ ഓല്ലോടെ അളിയല്ലോടെ. ഇതന്നെ പറഞ്ഞത്. ഇക്കണ്ട നേരൊക്കെ ആയിട്ട് നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നല്ല, ആണൊരുത്തനായിട്ടുണ്ടല്ലോ. മൂപ്പരെന്ന് വന്ന് സംസാരിക്കേണ്ട ഒരു മര്യാദ കാണിക്കണ്ടേ? ഓനക്ക് നിങ്ങളോട് സംസാരിച്ച കാര്യമില്ല, അതോടെ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയാ. എങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലാതെ ഉണ്ടാകുന്നോ? ശബ്ദം താത്തി സംസാരിച്ചു. എനിക്കറിയാം. ഇവിടെ വന്ന് ഒച്ചട്ട് സംസാരിച്ചാൽ മതി. ഏത് തറവാടായാലും നമുക്കറിയാം. അതാടാ വന്നിക്കണ എന്റെ അളിയനും അമ്മോസാങ്കിയും. വലിയ ക്ഷേരമൊന്നും ഉണ്ടാവില്ല. ആർക്കും പറ്റുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ലേശം നിറം കുറവുണ്ട് എന്നല്ലാതെ ഒരു മോശമില്ല. നിങ്ങള് 10 ദിവസമല്ല, ഓളെ ചെറുപ്പം മുതൽ നോക്കി വളർത്തുണ്ടാക്കിയാൽ ഇപ്പൊക്കെ അറിയാം. ഞങ്ങൾക്കറിയാം. ഞങ്ങളെ നാട്ടുകാരോട് വെച്ച് നോക്കി, എല്ലാം അറിഞ്ഞും കേട്ടോ അറിഞ്ഞിട്ടാണ് അന്വേഷണങ്ങൾ വന്നത്. ഇത് കുറച്ച് കൂടുതലാ. അത് കുറച്ച് നമുക്കറിയാം. എന്താ എനിക്ക് ഇങ്ങോട്ടല്ലേ വർത്താനം? എനിക്ക് ഇങ്ങോട്ട് രണ്ടാളും വർത്താനില്ല. ഓളെ കല്യാണം കഴിച്ച് പുതിയാപ്പിള ഇതൊക്കെ അളിയൻ പറയട്ടെ. അളിയൻ എന്താ പറയാനുള്ളത് കേക്കട്ടെ. ഞാൻ എന്താ പറയാനുള്ളത്? എന്റെ ഉമ്മയും പെങ്ങളും പറയണ്ടല്ലോ. പിന്നെ എനിക്ക് എന്തിനാ ചെങ്ങായി കെട്ടിക്കൊടുത്ത്? അനക്ക് എന്റെ പെണ്ണുങ്ങളെ കുറിച്ച്, എന്റെ ഭാര്യനെ കുറിച്ചോ എന്റെ കുട്ടികളെ കുറിച്ചോ ഒന്നും പറയില്ല. അതൊക്കെ എന്റെ കുടുംബത്ത് ഒച്ചട്ടതല്ല. കാര്യം പറയുമ്പോ എങ്ങനെ ഒച്ചട്ടലാവണത്? അത്ര തന്നെ ഉള്ളൂ. ആയിക്കോട്ടെ, വേണ്ട. ഒരു കാര്യം, ഞങ്ങൾ അധ്വാനിച്ച് ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് സ്വർണവും കാര്യങ്ങളും തന്നിട്ടുണ്ട്, കുറച്ച് പൈസ തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ശരിയാക്കി തരും. മാത്രമല്ല ഞങ്ങൾക്ക് ബന്ധം ഒഴിയാന്നുള്ള ഞങ്ങൾക്ക് അത് തീരുമാനമാക്കി തരും. എന്നാ പിന്നെ ഞങ്ങളൊരു ബുദ്ധിമുട്ടിക്കൂല. അല്ല, എന്ത് സ്വർണ്ണം? ഇനി പദവ ഓള എന്തെങ്കിലും ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ 1 കൊല്ലത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ തരും. എന്തായാലും ആ ഇടപാട് തീർക്കാൻ തയ്യാറാണ്. അതന്നെ ഞങ്ങൾക്ക് വേണ്ടത്. കാര്യം ഇത് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാതെ ഒന്നും പോട്ടെ. അന്റെ 2 കുട്ടികളില്ല അവിടെ. ഐറ്റങ്ങൾ എടുത്തൊന്ന് വന്നൂടെ? ഒന്ന് അന്റെ ചോരയാണ് അല്ലേ? ഒന്ന് വന്നിട്ട് ഏതൊരു മനുഷ്യനുണ്ടാവും ഒരു കാണാന്റെ കുട്ടികളൊന്ന് കാണാനും താലോലിക്കാനും ഒന്ന് വിളിക്ക പോലും ഇല്ലേ? ഇന്നോളല്ല തീരുമാനിക്കേണ്ടത്. എന്റെ ഭാര്യല്ലേ? അതൊക്കെ സംസാരിക്കടാ, മെല്ലെ സംസാരിക്കും. എനിക്കറിയാം എങ്ങനെ സംസാരിക്കേണ്ടത്. ഇവിടെ വന്ന് സംസാരം ഇപ്പൊ കാര്യം സംസാരിക്കേണ്ട. ഉപ്പാനോട് നിങ്ങൾ ആമ്പാര് വർത്താനം വേണ്ടല്ലേ?
നിങ്ങളൊരു രാത്രി മോനെ ഇപ്പൊ വന്നതാണ് ഞാൻ. പണ്ട് ഞങ്ങള് പാവം തോന്നിട്ട് സതക്കായിട്ട് കിടക്കണ കുടുംബത്തിൽ ഒരു മുതലിനെ കൊണ്ടുവന്നപ്പോഴേ ഞങ്ങള് നിങ്ങള് ആരോടും ചോദിക്കണ്ട എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചിരുന്നു പറഞ്ഞ് ഞങ്ങളെ പിന്നാലെ വന്നിട്ട് അന്ന് ഞങ്ങള് പറഞ്ഞെന്താ അറിയോ, ഇത്ര വലിയ കുടുംബത്തിന് ഞങ്ങൾക്ക് സാധിക്കൂല, കാരണം എത്തിച്ചെത്തൂല. അത് പറഞ്ഞ പിന്നാലെ എങ്ങനെയാണ് പെണ്ണ് കിട്ടാല്ലാണ്ടല്ലേ ഈ വക പരിപാടിക്ക് ചെയ്ത്. ഓന് പെണ്ണിട്ടായോ എന്താടാ ഓന്റെ മുഖത്തൊക്കെ നോക്ക്, ഓന്റെ ജയിലും കോലും പിന്നെ ഞങ്ങൾ തറവാട് പെണ്ണിട്ടാണ് കിടന്നില്ല. ഇല്ല പക്ഷെ ഇതുപോലത്തെ ഒരു മനുഷ്യൻ മേലാൽ വരരുതെന്ന് പ്രാർത്ഥന. ഈ കണ്ട നേരൊക്കെ ഇത്രയും വന്ന് ഈ സംസാരമൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ടൊരു കാര്യം പറയാൻ പറ്റിയോ? ഓൻ പറയില്ല, കാരണം ഓന്റെ എന്താണത്. അതെ, ഓരമ്മാന്റെ മുന്നിൽ വലിയ നാളെ വെക്കൂല അന്റെ മാതിരി. അല്ല അത് ശരിയാണ്. ഇവിടെ പെണ്ണുങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, വെറുതെ അല്ല. അങ്ങനെ പറയുന്നത് കാര്യങ്ങളൊക്കെ നോക്കണം ഞാനും കൂടി തന്നെയല്ലേ എന്ത് നോക്കണത്? എന്നാ പിന്നെ എന്റെ പെണ്ണിന്റെ കുട്ടിയുടെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനിച്ചെടുക്കണ്ടേ? അത് പൊമ്മിയും പെങ്ങളും അവർക്ക് പറ്റാത്തടത്ത് ഞാൻ ഓളനെ അങ്ങനെ കൊടുത്ത് ഇവിടെ നിർത്തുക. ഇതന്നെ പറഞ്ഞത്. എടോ ഇയൊരാണല്ലേ, ഒന്നുമില്ല ഒരു കോട്ടേഴ്സ് കിട്ടൂലെന്ന്. തറവാട്ടത്തെ കാര്യമൊക്കെ ഇനി പറഞ്ഞിരണ്ട കേട്ടോ. ആ ആൺകുട്ടികള് വെറുതെ അല്ല, മയമാലി എന്നുള്ള പേരേ ഉള്ളൂ. നാട്ടിലെ മൊത്തം കാര്യങ്ങൾ അറിഞ്ഞു നോക്കണം. പൂസമ്മമാലി എന്നാണ് പേര് എന്നുള്ളത് മനസ്സിലായി. എന്റെ പേര് അഷ്റഫ് എന്നാണ്. പൂസമ്മമാലി എന്നൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ചെക്കന്മാര് വിളിച്ച് ഇപ്പൊ ആരും അങ്ങനെ വിളിക്കലില്ല. ഇപ്പൊ അങ്ങനെ വിളിക്കാൻ ഞാൻ വിളിക്കണത് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഓരോ വിളിച്ചിട്ട് ഇന്നൊരു പ്രാവശ്യം പൂസമ്മമാലി. അപ്പടെ അടക്കം ഒന്നാൾ കൊടുത്തൂടെ എന്നെ പൂസമായിമാലി തോട് വിളിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ തല്ലി എന്നുള്ള പേര് കണ്ടുവരും. തല്ലി നോക്കണം, അപ്പറിയായിരുന്നു നമുക്ക്. തല്ലിണ്ടെങ്കിൽ അന്നമാരി കറുപ്പിന്റെ കുട്ട കയ്യുമ്പോൾ ഇവന്റെ പപ്പനൊക്കെ പിടിക്കണ ചേട്ടാ. പിടിക്കൂല, ആളുകളെ കാര്യങ്ങൾ പറയുമ്പോ പിടിക്കൂല. എന്റെ ആളുകളെ പോലെ അല്ല അത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ പെങ്ങളെ ഞങ്ങളെ കുട്ടിയെ തൊടാൻ പറ്റൂല. അതെ, ഇക്കിഞ്ഞിപ്പോ വർത്താനത്തിന്റെ ഇടക്ക് നിൽക്കാൻ നേരില്ല. ഞാൻ എന്റെ സിനിമ പകുതിയാക്കി വെച്ചിട്ട് കണ്ടിട്ട് പോകുന്നു. സിനിമ അല്ല, വല്ല കാർട്ടൂണോ അങ്ങനെ വല്ലതും കാണുമായിരിക്കും. കാരണം അതിനുള്ള വളർച്ച എനിക്ക് ആയിട്ട് ആദ്യം തന്നെ അവഹേളിച്ചിട്ട് പറഞ്ഞാണ്. എന്നാ ഞാൻ പോണില്ല, ഞാൻ ഇവിടെ തന്നെ പോകും. ഇവിടെ നിക്കണം. ഒന്നാല് എങ്ങനെ എന്റെ പെങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഞാൻ ഒന്നും പറയുന്നില്ല. മര്യാദക്കുള്ള വർത്താനം പറഞ്ഞോട്ടാ. ഇതൊക്കെ തന്നെ പ്രശ്നം. നിങ്ങളെപ്പോലെ കുറച്ച് നാവ് കൂടുതൽ പെണ്ണുങ്ങളെ പ്രശ്നം. ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ പെങ്ങള് പറഞ്ഞ് ഈ അമ്മായിമ്മ പോലും നാത്തും പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും ഇങ്ങനെ പോലത്തെ പെങ്ങൾ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു നാണക്കേട്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടല്ലോ, ഇനിയും നേരം തീർക്കണം. അതന്നെയാണ് ആവശ്യം. അതെ, ഞങ്ങളെ കുട്ടികളല്ലേ, ആ രണ്ട് കുട്ടികളെ ഞങ്ങൾക്ക് കയറൂല, അത് ഞങ്ങൾ നോക്കിക്കോണം. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാല് നാളെ മറ്റന്നൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ അവകാശമോ കാര്യങ്ങളോ പറഞ്ഞ് ആട് വരാൻ നിൽക്കരുത്. അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ആ കുട്ടികളൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരൂല്ല, അതിന് ഞങ്ങൾ സമ്മതിക്കൂല. അതെ, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായ കുട്ടികളാണ് ആ നിറം കുറവുള്ള കുട്ടികൾ. അതിന് ചോദിച്ചാൽ ഞങ്ങൾ വരൂല്ല. ഇതേ പടച്ചോ ഒന്ന് കാണേണ്ടിട്ടാ മേലെ ഇരുന്നിട്ട് നോയിക്കോളേണ്ടി എന്റെ ഒരു പെണ്ണ് കെട്ടല്. അതെ, നല്ല രീതിയിൽ ഇത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് പറയാൻ വേണ്ടി വന്നതാ. അവിടുത്തെ പള്ളി കമ്മിറ്റി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ ഇറങ്ങിപ്പോയ ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചങ്ക് പൊട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടച്ചം പറഞ്ഞതാണ്. ചങ്ക് പൊട്ടില്ല. കാരണം എന്താ പറയുക, അത്രയധികം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ അതിന്റെ കണ്ണീര് കാണാൻ വയ്യായിട്ടുണ്ട്. ഞാൻ അവിടെ പാർക്കാമെന്നൊന്നല്ല. ഒരു കാര്യം ചെയ്യും, ഇതിന് വല്ല അംഗനവാടിയിലോ എവിടെയെങ്കിലും കൊണ്ട് ചേർത്താണ്. പോയിട്ടൊന്നും കൊടുത്താലോ? ആണുങ്ങളെ കൈക്കരുത്തോ അറിഞ്ഞില്ല. അതാണുങ്ങളുടെ